നമസ്കാരം. മാധ്യമ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും. പക്ഷേ ആ സ്വാതന്ത്ര്യമൊക്കെ തനിക്കെതിരായി വന്നാൽ അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPM-ന്റെ ഇരട്ടത്താപ്പിൻ്റെ മുഖമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന മാർക്ക് ലിസ്റ്റ് തിരുത്തൽ വിഷയം റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരെ കേസെടുത്ത നടപടിയെ ഇങ്ങനെ വേണം നമുക്ക് കാണേണ്ടത്. ഇങ്ങനൊരു കേസെടുക്കാൻ എന്താണ് പ്രേരണ ഒന്ന് മാത്രം: സർക്കാരിനെതിരെയും CPM-നെതിരെയും വിമർശനം ഉന്നയിക്കുന്നവരുടെ നാവരിയുക എന്ന ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ. 2017 ജൂൺ മാസത്തിൽ പാർട്ടി പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമങ്ങൾക്ക് അവരുടെ കടമ നിർവഹിക്കാൻ കഴിയാത്ത വിധം ആക്രമിക്കപ്പെടുന്നുവെന്നും സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യത്തിന്റെ അലംഘനീയമായ തത്വമാണെന്നും വിലയിരുത്തിയ പൊളിറ്റ് ബ്യൂറോ നിയമത്തിന്റെ പേരിൽ മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട CPM-ന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാർ SFI വിരുദ്ധ പ്രചരണം നടത്തിയാൽ കേസെടുക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വാഭാവിക കമ്മ്യൂണിസ്റ്റുകാരന്റെ ശരീരഭാഷ്യത്തോടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയാൽ ഇനിയും കേസെടുക്കുമെന്നും ഇത്തരത്തിൽ നേരത്തെയും കേസെടുത്തിട്ടുണ്ടെന്നും സെക്രട്ടറി പറഞ്ഞു. ഒരു മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കേണ്ടെന്നും ധാർഷ്ട്യത്തിന്റെ ഭാഷയിലാണ് MV ഗോവിന്ദൻ പറയുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചും ഇവിടുത്തെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചും ഉച്ചസ്ഥരം 100 വട്ടം പറയുകയും ചെയ്യുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കേരളത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് ആണ് എന്ന് മാത്രമല്ല, ഫാസിസത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണെന്ന് കാണാൻ കഴിയും. മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അത് മാധ്യമ സ്വാതന്ത്ര്യവും, തനിക്കെതിരെ വരുമ്പോൾ അത് ഗൂഢാലോചനയും എന്നുള്ളതാണ് പ്രശ്നം. രാജാവ് നഗ്നനാണെന്ന് പറയുന്നവനെ ഇല്ലാതാക്കുന്ന, വായടപ്പിക്കുന്ന നീക്കം കൂടിയാണ് ഇത് എന്ന് കാണാൻ കഴിയും. തുടർ ഭരണത്തിന്റെ ധിക്കാരമാണ് ഇപ്പോൾ നമ്മൾ ഇത്തരം നടപടികളിലൂടെ മനസ്സിലാക്കേണ്ടത്. തങ്ങളെ വാഴ്ത്തിപ്പാടുന്ന, തങ്ങളുടെ സിദ്ധാന്തങ്ങൾക്ക് കുടപിടിക്കുന്ന മാധ്യമ പ്രവർത്തനം മാത്രമാണ് കറതീർന്ന മാധ്യമ പ്രവർത്തനം എന്നാണ് ഇത്തരക്കാരുടെ പക്ഷം. അതിനുമപ്പുറം സത്യം തുറന്നു കാട്ടുന്നവർ നടത്തുന്നത് ജനാധിപത്യ നിഷേധമെന്ന് വിളിച്ചോതുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന. സംസ്ഥാനത്തെ പോലീസിനെയും മറ്റ് ഏജൻസികളെയും അടക്കി ഭരിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെയും CPM-നെതിരായ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് നമുക്ക് കാണാം. നാണമില്ലേ മിസ്റ്റർ MV ഗോവിന്ദൻ? നിങ്ങളോടൊരു ബഹുമാനമൊക്കെ തോന്നിയിരുന്നു. നിങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഇവിടെ പാർട്ടിയിൽ നല്ല മാറ്റം പ്രതീക്ഷിച്ചിരുന്ന പാർട്ടി അനുഭാവികൾക്ക് മുന്നിൽ നിങ്ങൾ വെറും കോമാളിയുടെ വേഷം കെട്ടിയാടുന്നത് നിർത്തുക. അല്ലെങ്കിൽ അടുത്ത 3 വർഷം കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങളുടെ നാവുകൾ അറുത്ത് അയയിൽ ഉണങ്ങാനിടുമെന്ന് കൂടി ഓർത്താൽ നല്ലത്. ഇനിയും പുറത്തു വരാനുള്ള അഴിമതി കഥകൾ ഒളിപ്പിച്ചു വെക്കാനുള്ള ഇത്തരം നാവരിയിൽ നടപടികൾ അധികമൊന്നും മുന്നോട്ട് പോകില്ല. തുറന്നു കാട്ടാനുള്ളതൊക്കെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അതിനൊരു രാഷ്ട്രീയ കോമരത്തിന്റെയും പിണിയാളുകളായി പ്രവർത്തിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സൗകര്യമില്ല. കേസെടുക്കുന്നെങ്കിൽ എടുത്തോളൂ. നാട് മുഴുവൻ അഴിമതി നടത്തിയും ആൾമാറാട്ടം നടത്തിയും സ്വന്തക്കാരെ അനുകൂലിക്കുന്ന ഈ ഇരട്ടത്താപ്പിന് ഇന്നാട്ടിലെ മാധ്യമങ്ങൾ വിലങ്ങ് തടയിടുക തന്നെ ചെയ്യും. ഇനി ഇവിടുത്തെ പൊതുജനം നിങ്ങളോട് പറയും, കടക്ക് പുറത്ത് എന്ന്.